നമ്മളപ്പോൾ ഇന്ന് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വാഷ് കൗണ്ടറിന്റെ ഫ്രെയിം വർക്ക് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഈ സ്റ്റെയറിന്റെ ഈ പോർഷനും കൂടെ കവർ ചെയ്ത്, അതായത് ഈ ഇൻവെർട്ടറൊക്കെ ഇതിന്റെ അകത്തിരിക്കണം. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കബോർഡ് വേണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫിനിഷിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മളൊരു മിക്സഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഡോറുകൾ അലൂമിനിയത്തിലാണ് ചെയ്തേക്കുന്നത്. അലൂമിനിയം പ്രൊഫൈൽസിലാണ് ഡോർ കൊടുത്തേക്കുന്നത്. ഇത് ചെയ്തേക്കുന്നത് HDHMR പ്രീലാമിനേറ്റഡ് ബോർഡിലാണ്. അത് തന്നെ ഫയർ റെസിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. പക്ക എക്സ്റ്റീരിയർ ഗ്രേഡിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പോർഷൻ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സ് അടിച്ച് തന്നെ ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനും അങ്ങനെ തന്നെ. അതായത് വലിയ ഏരിയ നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറേജ് ആയിട്ട് ബോക്സ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ പോർഷനിൽ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻവെർട്ടർ റൂം പ്ലസ് ഒരു അല്ലാതുള്ള അലുക്കുലത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തേക്കുവാണ്. ഇത് ക്ലോസ് ചെയ്ത് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഡോറ് വന്നാൽ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഫുൾ ആക്സസ് കിട്ടും. പിന്നെ നമ്മൾ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രില്ലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഗ്രില്ലാണ് താഴെ മുകളിലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് എയറേഷന് വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്പ് ഒരു ഇങ്ങനത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്റ്റെയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബോർഡർ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. വാഷ് കൗണ്ടറിലും ഒരു ഇൻസൈഡ് സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബോക്സായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഫുള്ള് PVC ലാമിനേഷൻ ഷീറ്റാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം പക്ക വാട്ടർ പ്രൂഫിങ് സാധനമാണ്. PVC ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരത്തില്ല. അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ പിന്നെ ഇവിടെ ചെയ്തേക്കുന്ന ഒരു മിറർ കസ്റ്റമൈസ് ചെയ്തുള്ള ഒരു മിററാണ്. നമുക്ക് ഇവിടെ ഒരു നോർമൽ സ്ക്വയർ മിററൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലൊരു മിറർ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്. അതായത് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഷേപ്പിലാണ് ഈ സ്റ്റെയർ ചെയ്തേക്കുന്നത്. ശരിക്കും ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് ഈ സ്റ്റെപ്പ്. അത് നമ്മൾ നോർമൽ ഒരു സ്ലാൻഡിങ് ഇട്ട നോർമൽ ടൈപ്പ് സ്റ്റെയർ ചെയ്തിട്ട് ബ്രിക്ക് വെച്ച് നമ്മൾ സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ രീതിയിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇതിന് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലാണിത്. ഏകദേശം ഒരു 50% എബോവ് നോർമൽ സ്റ്റെയറിനെക്കാട്ടി റേറ്റ് കൂടുതൽ വരും. ശരിക്കും ഇത് ഭംഗിയാണ് കാര്യം, ഓക്കെ, സ്ട്രെങ്തും ഉണ്ടാവും. പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അടച്ച് ക്ലോസ് ചെയ്ത് ചെയ്യാനാണ്. ഇത് ഇതുപോലത്തെ കബോർഡ് സ്റ്റോറേജ് സ്പേസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോർമൽ തന്നെ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് ബെറ്റർ. അതാകുമ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ 2 എക്സ്പെൻസാണ് നമുക്കിവിടെ കൂടുതലാകുന്നത്. ഒന്ന്, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നുണ്ട്. പ്ലസ് രണ്ടാമത് ഈ വർക്ക് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ലേബർ കോസ്റ്റ് വരും. ഇത് വർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല എക്സ്ട്രാ കോസ്റ്റുകൾ വരും. പക്ഷെ നേരെ മറിച്ച് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലും കോസ്റ്റ് കുറച്ചും ഈ സ്റ്റോറേജ് സ്പേസുകൾ ചെയ്യാൻ പറ്റും. ഇത് നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ടൈൽസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് ചെയ്താൽ ഭംഗിയാണ്. ഈ ഒരു പോർഷൻ കാണുന്ന പോലെ, അതായത് ഈ ഒരു പോർഷൻ കാണുന്ന പോലെ ഫുൾ വിസിബിലിറ്റി ആയിട്ട് കിടക്കുവാണ്. ഇത് കബോർഡൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് ഇടുവാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റെയർ ചെയ്താൽ ഭംഗിയാണ്. അല്ലാതെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ചിലവ് നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. അതിൽ നല്ലൊരു എമൗണ്ട് വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പം നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന്, അതായത് ഇത് ഫൈനൽ എന്താണെന്ന് തീരുമാനിച്ചതിന് ശേഷം സ്റ്റെയർ പ്ലാൻ ചെയ്യുള്ളൂ. ഈ ഒരു കാര്യം അത്ര എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.